20 വർഷത്തെ ഇടവേളകളിൽ നടന്ന 4 സ്ത്രീകളുടെ തിരോധാനം. 2006-ൽ ബിന്ദു പത്മനാഭൻ, 2012-ൽ ഐഷ, 2020-ൽ സിന്ധു എന്ന ബിന്ദു. ഈ 3 പേരും ചേർത്തല സ്വദേശിനികൾ. 2024-ൽ ഏറ്റുമാനൂരിലെ ജയരമയുടെ തിരോധാന കേസിൻ്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ഒരു അസ്ഥികൂടം കണ്ടെത്തിയത്. അതോടെ ഓരോ തിരോധാനങ്ങളുടെയും കേസ് ഡയറികൾ പോലീസ് വീണ്ടും പരിശോധിക്കുന്നു. 4 കേസുകൾക്കും സമാന സ്വഭാവം. കൃത്യമായ ഇടവേളകളിൽ കാണാതായ സ്ത്രീകളും പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അന്വേഷണം എത്തുന്നു. 5 വർഷം മുൻപ് കാണാതായ സിന്ധുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണോ? അൺഡിക്റ്റഡ് എന്ന് എഴുതിത്തള്ളിയ കേസ് പോലീസ് വീണ്ടും അന്വേഷിക്കാനൊരുങ്ങുകയാണ്. ജൈനമ്മ തിരോധാനത്തിലെ തെളിവെടുപ്പും ഐഷ കേസിലെ പോലീസിൻ്റെ തുടർ നീക്കങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മകളുടെ വിവാഹം നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമ്മയുടെ തിരോധാനം. ആലപ്പുഴ ചേർത്തല സ്വദേശിനി സിന്ധു എന്ന ബിന്ദുവിനെ കാണാതായ കേസിൽ പല കഥകളും പ്രചരിച്ചു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺകുട്ടികളെയും വളർത്തി വലുതാക്കിയത്. മകളെ കെട്ടിച്ചയക്കാനുള്ള സ്വർണം വരെയും അവർ തരപ്പെടുത്തിയിരുന്നു. അങ്ങനെ മക്കളെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ആ അമ്മയുടെ ഭാഗത്തു നിന്ന് തെറ്റായതൊന്നും ഉണ്ടാകില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിച്ചതാണ്. പിന്നെ ബിന്ദുവിന് എന്താകും സംഭവിച്ചത്? ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു തിരോധാന കേസ് കൂടി ചർച്ചയാകുന്നത്. 2020-ൽ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ബിന്ദു പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ബിന്ദുവിനെ കാണാതായ കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? ഇരുവരും തമ്മിൽ എന്തായിരുന്നു ബന്ധം? പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് കാണാതായ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് തിരുവഴ സ്വദേശിയായ സിന്ധു എന്ന് വിളിപ്പേരുള്ള ബിന്ദുവിന്റെ തിരോധാനത്തെക്കുറിച്ചാണ് ന്യൂസ് 18 അന്വേഷിക്കുന്നത്. ഈ കാണുന്നതാണ് ബിന്ദുവിൻ്റെ വീട്. ബിന്ദു ഈ സാഹചര്യത്തിലാണ് 2 പെൺമക്കളെയും കൊണ്ട് ജീവിച്ചു പോന്നിരുന്നത്. ആ കുട്ടികളെ വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരമ്മയാണ്. മാത്രമല്ല മൂത്ത കുട്ടിയുടെ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ബിന്ദുവിനെ കാണാതായെന്നുള്ളതാണ് ബിന്ദുവിൻ്റെ അമ്മ വ്യക്തമാക്കുന്നത്. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വള്ളാകുന്നത്ത് വെളിയിൽ ബിന്ദു കാണാതാകുമ്പോൾ 43 വയസ്സ് പ്രായം. 2020 ഒക്ടോബർ 10-ാം തീയതി വൈകിട്ട് 6:30 തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. പിന്നീട് ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല. ഞാൻ അന്നേരം തലവരെ ഇവിടെ കിടക്കുകയായിരുന്നു. അന്ന് അത് ഇവിടെ അമ്പലത്തിൽ പോകണമെന്ന് പണ്ട് പോയെങ്കിലും ഒന്ന് എനിക്ക് ചൊവ്വന്നേരം ഒന്ന് കാണാൻ പോലും ഇതൊരു വന്നിട്ടില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല, കിട്ടിയിട്ടില്ല. വേറെ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. വിവാഹത്തിനുള്ള സ്വർണമടക്കം കണ്ടെത്തി വെച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായെന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ. പോലീസ് എന്താ പറയുന്നത്? അവര് പറഞ്ഞത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേ ദിവസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. വർഷത്തോളം കേസ് അന്വേഷിച്ച അർത്തുങ്കൽ പോലീസിന് ബിന്ദു ക്ഷേത്രത്തിലെത്തി എന്നതിനപ്പുറം ഒരു തുമ്പും കണ്ടെത്താനായില്ല.
പിന്നീട് അൺഡിറ്റക്റ്റഡ് എന്ന് കാണിച്ച് കേസ് എഴുതി തള്ളി. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവർ പറഞ്ഞത്. ഒപ്പിട്ട് വാങ്ങി? അത് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിട്ട് എൻ്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്ത്. പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡാണ്? എൻ്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പം ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോൾ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് അത്. കല്യാണ ചിലവിനുള്ള പണം ആവശ്യമുണ്ടായിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കബളിപ്പിച്ചോ എന്നും കുടുംബം സംശയിക്കുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും മകളുടെ കല്യാണത്തിന് ബിന്ദു വരുമായിരുന്നു. പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത് അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്കുവശം, പടിഞ്ഞാറ് വശം, പിന്നെ ഹൈവേ, അങ്ങനെ മൊത്തം നോക്കി. വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തിയ അവിടെ വഴിപാട് നടത്തിയതിന്റെ രസീതൊക്കെ അവര് പോലീസുകാർ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് വന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന്റെ ആദി ഏറുകയാണ്. ബിന്ദു പത്മനാഭൻ, ആയിഷ, ജൈനമ്മ തിരോധാന കേസുകൾ നിരീക്ഷിക്കുന്ന അന്വേഷണ സംഘം ഈ സ്ത്രീകൾ ഒന്നും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയെന്ന് വിലയിരുത്തുന്ന സെബാസ്റ്റ്യൻ 2012 ശേഷം 2024 വരെ തന്റെ കുറ്റവാസനയിൽ നിന്ന് മാറി നിന്നതായി പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ ബിന്ദുവിന്റെ തിരോധാനത്തിന് ചേർത്തലയിലെ മറ്റു സ്ത്രീകളുടേതുപോലെ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന് ഇഴകീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബിന്ദു കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ 2 മക്കൾ. അവരിലൊരാളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. ഒരിക്കലും ആ അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് അർത്തുങ്കൽ പോലീസാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിലാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ കേട്ടത്. അയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ കൊലപാതകത്തിൻ്റെ സാധ്യത തെളിയുന്നു. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാകാമെന്ന് തെളിയിക്കുന്നതിൻ്റെ നിർണായക വിവരങ്ങൾ ന്യൂസ് 8ന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് ചേർത്തലയിലെ ഒരു ജ്വല്ലറി ഉടമ സ്ഥിരീകരിച്ചു. 25 ഗ്രാം സ്വർണം വിൽക്കാനെത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലാണ്. ആദ്യം ഫോണിൽ വിളിച്ച സെബാസ്റ്റ്യൻ പിന്നീട് നേരിട്ടെത്തി സ്വർണം നൽകുകയും പണം കൈപ്പറ്റുകയുമായിരുന്നുവെന്ന് സദാശിവൻ ന്യൂസ് 8നോട് പറഞ്ഞു. ജൈനമ്മ തിരോധാന കേസിലെ അതിനിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിടുന്നത്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും തങ്ങൾക്ക് വിറ്റുവെന്നും ശ്രീ വെങ്കടേശ്വർ ജുവലറി ഉടമയിൽ നിന്നും വ്യക്തം. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കിൽ. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല, ഞാൻ പോയി എടുത്തതാ. സ്വർണം വിൽക്കാനായി എത്തിയത് ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 24-നും 30-നും ഇടയിൽ. നഗരത്തിലെ കുന്നത്ത് ജുവലറിയിൽ പണയം വെച്ചതിനു ശേഷം തിരികെ എടുത്ത് തങ്ങൾക്ക് വിൽക്കുകയായിരുന്നുവെന്ന് ജുവലറി ഉടമ സദാശിവൻ.
പൊട്ടിയ മാല ഉൾപ്പെടെ 25 ഗ്രാം സ്വർണമുണ്ടായിരുന്നു. ആദ്യം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം സെബാസ്റ്റ്യൻ പണം വാങ്ങാൻ നേരിട്ടെത്തി. കടയുടമയുടെ സ്ഥിരീകരണത്തിന് പിന്നാലെ തെളിവെടുപ്പിനായി കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് നേരെ എതിർവശമുള്ള ശ്രീ വെങ്കടേശ്വര ജുവലറിയിലേക്ക്. മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പ്. സ്വർണം വിറ്റ വിവരം സ്ഥിരീകരിച്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സ്കറിയ. നമ്മളതിന്റെ തെളിവ് ശേഖരണത്തിലാണ് ഇതൊക്കെ നമ്മൾ തെളിവുണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ ഇന്നും വെളിപ്പെടുത്താനായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പറയും. ഉച്ചയ്ക്ക് ശേഷം കുന്നത്ത് ജുവലറിയിലും തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘം കോട്ടയത്തേക്ക് മടങ്ങി. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ജൈനമ്മ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു ശ്രീ വെങ്കടേശ്വര ജുവലറി ഉടമയുടേത്. ഒപ്പം തന്നെ വീണുകിട്ടിയ തുമ്പിന്മേൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നാട്ടുംപുറങ്ങളിൽ സമീപവാസികൾ തമ്മിൽ ചെറിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാം. അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾ ചിലർ പറഞ്ഞു പരിഹരിക്കും. എന്നാൽ ഈ വൈരാഗ്യം മനസ്സിലിട്ട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഇത്തരം പകവിട്ടൽ കൊലപാതകത്തിലാകും കലാശിക്കുക. പെരുമ്പാവൂർ കോടനാട് വയോധികയെ അയൽവാസിയായ യുവാവ് കൊലപ്പെടുത്തിയത് ചെറിയൊരു വഴക്കിനെ തുടർന്നാണ്. കോടനാട് സ്വദേശിനിയായ അന്നമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അദ്വൈതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്വൈതിൻ്റെ അമ്മയെ അന്നമ്മ അസഭ്യം പറഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണമായത്. 84-കാരിയെ മോഷണത്തിനിടെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പിന്നീട് പ്രതിയെ പിടികൂടിയപ്പോഴാണ് കേസിൻ്റെ ചുരുളഴിഞ്ഞത്. കഴിഞ്ഞ 29-നാണ് തോട്ടുവ സ്വദേശിനിയായ 84-കാരിയെ കൊലപ്പെടുത്തിയത്. രാത്രി 8:30-ഓടെ കോടനാട് തോട്ടുവ അമ്പലത്തിനടുത്തുള്ള പറമ്പിലാണ് അന്നമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെയാണ് ചേരാനല്ലൂർ സ്വദേശിയായ യുവാവിലേക്ക് അന്വേഷണം എത്തിയത്. മോഷണത്തിനിടെ നടത്തിയ കൊലപാതകം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എങ്കിലും മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിച്ചിരുന്നു. സംഭവത്തിന് ശേഷം പ്രതി അദ്വൈത് ബംഗളൂരുവിലേക്കാണ് ഒളിവിൽ പോയത്. പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെ ബമ്മനഹള്ളിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. യുവാവിന്റെ അമ്മയോട് അയൽവാസിയായ അന്നമ്മ അസഭ്യം പറഞ്ഞതിന്റെ വൈരാഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് യുവാവ് സമ്മതിച്ചു. വൃദ്ധയുടെ പറമ്പിലേക്കുള്ള വരവ് നിരീക്ഷിച്ച യുവാവ് പുറകിൽ നിന്ന് തേങ്ങ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി. ഒച്ചവെച്ച അന്നമ്മയുടെ വായും മൂക്കും യുവാവ് പൊത്തിപ്പിടിച്ചു. തുടർന്ന് 2 വളയും ഒരു കമ്മലും ഉൾപ്പെടെ 1.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്ത ശേഷം വീട്ടിലെത്തി. അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു. പിറ്റേന്ന് ബംഗളൂരുവിലേക്ക് കടന്നെന്നാണ് പ്രതിയുടെ മൊഴി. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയതും അയാളെ പിടികൂടിയതും. ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ SP ശക്തി സിംഗ് ആര്യ, ഇൻസ്പെക്ടർമാരായ GP മനുരാജ്, സാം ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 പെരുമ്പാവൂർ. പ്രണയബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ കാമുകനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ യുവതി. കോതമംഗലം സ്വദേശിനിയായ അദീന കാമുകൻ അൻസിലിനെ വിഷം കൊടുത്തു കൊന്നത് 2 മാസം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ്. അതിനായി അവൾ തിരഞ്ഞെടുത്തത് പാറശാലയിലെ ഗ്രീഷ്മയുടെ വഴികൾ. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ ശീതളപാനീയത്തിൽ വിഷം ചേർത്ത് നൽകി. പിന്നീട് അദീന തന്നെ യുവാവിൻ്റെ വീട്ടുകാരെ ഫോണിൽ വിളിച്ച് അൻസിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് അറിയിക്കുന്നു.
കാമുകൻ വീട്ടിലെത്തുന്നതിന് മുൻപ് CCTVയുടെ DVR എടുത്തു മാറ്റി. മൊബൈൽ ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. വിഷം വാങ്ങിയതിൻ്റെയും അത് വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെയും തെളിവുകളാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. അൻസിൽ ആത്മഹത്യാശ്രമം നടത്തിയെന്ന രീതിയിലാണ് ഇയാളുടെ വീട്ടുകാരെ അദീന അറിയിച്ചത്. പക്ഷേ സംശയം തോന്നിയ പോലീസ് തുടക്കത്തിൽ തന്നെ ഇവരെ നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ 31 പുലർച്ചെയാണ് അൻസിലെത്തിയത്. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു. വിഷം അകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. അദീന അൻസിലിൻ്റെ വീട്ടുകാരെയും വിവരമറിയിച്ചു. ആത്മഹത്യാശ്രമം എന്നാണ് അദീന പോലീസുകാരോടും വീട്ടുകാരോടും പറഞ്ഞത്. എന്നാൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അദീന കൊലപാതകം നടപ്പാക്കിയത്. ആസൂത്രണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുൻപ് വീട്ടിലെ CCTVയുടെ DVR അദീന എടുത്തു മാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. വിഷം വാങ്ങിയതിൻ്റെയും വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചു. ടിപ്പർ ഡ്രൈവറായ അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അദീന അവിവാഹിതയാണ്. അദീന വിഷം നൽകിയെന്ന് ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴി. 2 മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിരുന്നു. ഈ കേസ് 2 ആഴ്ച മുൻപ് അദീന പിൻവലിച്ചു. പണം നൽകാമെന്ന അൻസിലിൻ്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചത്. എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ദിവസം വീണ്ടും വഴക്കുണ്ടായി. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. അൻസിലിൻ്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും പോലീസിൻ്റെ അന്വേഷണവും ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്. അന്വേഷണം നടക്കാതിരിക്കാനും കേസ് അട്ടിമറിക്കാനും തുടക്കം മുതൽ പല രീതിയിലുള്ള ഇടപെടലുകൾ നടന്നതാണ്. ഒടുവിൽ പോലീസ് തിരച്ചിൽ നടക്കുന്നതിനിടെ സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കവും. അന്വേഷണ ഉദ്യോഗസ്ഥരിൽപ്പെട്ട മഞ്ജുനാഥ ഗൗഡ പരാതി പിൻവലിക്കാൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. ആരോപണമുയർന്നതോടെ മഞ്ജുനാഥ ഗൗഡയെ തെരച്ചിലിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് SIT വിശദമായി അന്വേഷിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഇയാൾ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതെന്ന് കണ്ടെത്തണം. ധർമ്മസ്ഥലയിലെ മണ്ണുകുഴിച്ചുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് SIT ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ രംഗത്തെത്തിയത്. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ് ഗൌഡയുടെ ഭീഷണി. തെളിവെടുപ്പിന് ശേഷം SIT ക്യാമ്പിലെ അടച്ചിട്ട മുറിയിലെത്തിക്കുകയും ബാഹ്യപ്രേരണയിൽ മൊഴി നൽകാൻ മഞ്ജുനാഥ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സാക്ഷിയുടെ വീഡിയോ ചിത്രീകരിച്ചതായും അഭിഭാഷകർ വെളിപ്പെടുത്തി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനാണ് ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്നും ആക്ഷൻ കമ്മിറ്റിയും ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന DGPയുടെ ഉറപ്പിന്മേൽ തിരച്ചിൽ ആരംഭിച്ചു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പോയിന്റ് 9 മുതൽ 12 വരെയുള്ള റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് തെരച്ചിൽ. അതിനിടെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും ന്യൂസ് പോർട്ടലുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ബെൽത്തങ്ങാടി സിവിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതി മേധാവി ഹർഷേന്ദ്രകുമാർ നൽകിയ ഹർജിയിലായിരുന്നു ബെൽത്തങ്ങാടി കോടതിയുടെ വിവാദ ഉത്തരവ്. മാധ്യമവിലക്കിനെതിരെ യൂട്യൂബ് ചാനലായ കുഡ്ല റാംപേജ നൽകിയ ഹർജി ആണ് പരിഗണിച്ചത്. ഏകപക്ഷീയമായി പുറപ്പെടുവിച്ച ഉത്തരവ് ജുഡീഷ്യൽ പരിധികൾ ലംഘിക്കുക മാത്രമല്ല സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് ഭീഷണി ഉയർത്തുന്നതാണെന്നും ജസ്റ്റിസ് M നാഗപ്രസന്ന ഉത്തരവിൽ വ്യക്തമാക്കി.
ന്യൂസ് 18 ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ 3 പതിറ്റാണ്ടിനിടെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. മാർക്ക് ചെയ്ത 13 ഇടങ്ങളിലെ മണ്ണ് കുഴിച്ചുള്ള തിരച്ചിൽ തിങ്കളാഴ്ചയോടെ അവസാനിക്കും. ഇതുവരെയും 10 പോയിന്റുകളിൽ പരിശോധന നടന്നെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം അടുത്തയാഴ്ചയോടെ പുറത്തു വന്നേക്കും. അതിനിടെ കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 10 ഇടങ്ങളിലെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 13 ഇടങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 3 ഇടങ്ങളിൽ കൂടി പരിശോധന നടത്താനുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ പരിശോധന പൂർത്തിയാക്കാനാണ് SIT ആലോചിക്കുന്നത്. നാളെ പരിശോധന ഉണ്ടാകില്ല. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തിലെല്ലാം ഇത്തരത്തിൽ പരിശോധന ഉണ്ടായത്. പക്ഷേ ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ ഒന്നും തന്നെ SIT ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇപ്പോൾ മാർക്ക് ചെയ്ത 13 ഇടങ്ങളിലെ ഈ പരിശോധന പൂർത്തിയായാൽ ഒരു പക്ഷേ ബുധനാഴ്ചയോടുകൂടി വാർത്താ സമ്മേളനം DGPയുടെ ഇത്തരത്തിൽ ബംഗളൂരുവിൽ ഉണ്ടാകും. എന്തായാലും ഈ പരിശോധന കഴിയുന്നതുവരെ ഒരു വിശദാംശങ്ങളും മാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലോ പങ്കുവെക്കരുതെന്ന കർശന നിർദ്ദേശം നിലവിലുണ്ട്. ഏതായാലും 6-ാം പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിലൊരു മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഉണ്ടോ എന്നത് അറിയാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 15 ഇത്തരത്തിലുള്ള അസ്ഥി കഷ്ണങ്ങളാണ് ലഭിച്ചത്. അതെല്ലാം വിദഗ്ധമായി ഫോറൻസിക് പരിശോധന നടത്തും. എത്ര വർഷം പഴക്കമുള്ളതാണ് ഇത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഏതായാലും ഒരു പുരുഷൻ്റേതാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരണം വന്നിരുന്നു. അത് SIT ഔദ്യോഗികമായി ഈ കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ക്യാമറ കണ്ണുകളിലൂടെയാണ് അവിടെ നടക്കുന്ന ആ കാര്യം, അതായത് ഈ അസ്ഥികൂടം പുറത്തെടുക്കുന്ന ആ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. എന്നാലും മറ്റിടങ്ങളിലെ പരിശോധനയുടെ ഒരു ഫലവും പുറത്തു വന്നിട്ടില്ല. എന്താണ് അവിടെ ലഭിച്ചത്, എന്തെങ്കിലും വസ്തുക്കൾ ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ SIT പങ്കുവച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നത്. ആ സംഭവത്തിൽ ഇപ്പോൾ മഞ്ജുനാഥ് ഗൗഡ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസറെ സിർസിയിലെ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും തൽക്കാലം ഈ SIT സംഘത്തിൽ നിന്നും ഇയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് നടന്ന ഈ ഒരു പരിശോധനയിലും ഇയാളെ പങ്കെടുപ്പിച്ചില്ല. പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി ഇയാളെ പങ്കെടുപ്പിച്ചാൽ സാക്ഷിയെ ഇത്തരത്തിൽ തെളിവെടുപ്പിനായി എത്തിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ മാറ്റി നിർത്തി. ഇനി ഏതായാലും ഇയാൾക്കെതിരെ അന്വേഷണം നടക്കും. ഗുരുതരമായ ആരോപണമാണ് ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രാവിലെ ഉന്നയിച്ചത്. അതിൽ ഇയാളെ ഭീഷണിപ്പെടുത്തി, സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക കൂടി ചെയ്തു. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ രാത്രിയോടുകൂടിയാണ് ഈ പോലീസ് ഓഫീസർ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തതെന്നാണ് ആ പരാതിയിൽ പറഞ്ഞത്. ഏതായാലും DGP ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടും വൈകാതെ തന്നെ പുറത്തുവരും. എന്തായാലും ബുധനാഴ്ചയോടുകൂടി ഇതിനൊരു വ്യക്തത വരും. ഇതിലൊരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇനി 13 കഴിഞ്ഞാൽ ഇനി അടുത്ത മറ്റ് സ്ഥലങ്ങളിലെ പരിശോധന ആ കാര്യത്തിൽ ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടില്ല. കൂടിയാലോചനകൾക്ക് ശേഷം കൂടുതൽ ഇടങ്ങളിൽ പരിശോധിക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകും. പ്രധാനമായും ഇത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റിലും പറമ്പിലുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവോടുകൂടി മാത്രമേ അവിടെ പരിശോധിക്കൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കോടതി ഉത്തരവോടുകൂടി അവിടെ പരിശോധിക്കുമോ, അതല്ല ഇപ്പോൾ നിലവിൽ നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതിയുണ്ട്, അതിനുശേഷം തീരുമാനമെടുക്കാം എന്നായിരിക്കുമോ, അതെല്ലാം SITയുടെ ഭാഗത്തു നിന്നും ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതേതായാലും തിങ്കളാഴ്ചയോടുകൂടി ഇതിനൊരു വ്യക്തതയുണ്ടാകും. എത്ര സ്ഥലങ്ങളിൽ നിന്നും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്ന കാര്യത്തിലൊക്കെ ശുചീകരണ തൊഴിലാളി ഏതായാലും ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ അതെല്ലാം മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കുമെന്ന് തന്നെയായിരുന്നു നേരത്തെ SIT വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അസ്ഥികൂടം അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഒരു പക്ഷേ ഇനി തുടർ തീരുമാനം വളരെ നിർണായകമായിരിക്കും. SIT എന്ത് തീരുമാനമെടുക്കുന്നതെന്ന് സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന നടത്തണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ തന്നെ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ കൂടുതൽ പരാതികൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മംഗളൂരുവിലുള്ള ഒരു പെൺകുട്ടിയെ, 20 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല.
അത് മാത്രമല്ല ഈ ആളുകളുടെ വിവരങ്ങളും മറ്റും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നേരത്തെ തന്നെ ഈ SIT വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഒപ്പം മംഗളൂരുവിലും നിരവധി പരാതികൾ വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് ഇപ്പോൾ വരില്ലെങ്കിലും കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും പരിശോധനയുടെ എന്താണ് ഫലം അത് സംബന്ധിച്ച SITയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ബുധനാഴ്ചയോടുകൂടി അടുത്ത ആഴ്ച ഇതിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യത്തിൽ SITയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായേക്കാം. തുടർ പരിശോധന അതിന്റെ ആലോചനകളും ഒരു തീരുമാനം അടുത്ത ആഴ്ചയോടുകൂടി ഉണ്ടാകാം. ഫോറൻസിക് പരിശോധനാ ഫലം, പ്രാഥമികമായ ഒരു പരിശോധനാ ഫലവും അടുത്ത ആഴ്ച ഉണ്ടാകും. ഏതായാലും അടുത്ത ആഴ്ച ഈ കാര്യത്തിലെല്ലാം ധർമ്മസ്ഥലയിലെ ഇത്തരത്തിൽ കൂട്ടക്കൊലപാതക പരമ്പര കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിഷയങ്ങൾക്കും നിർണായകമായ ഒരു ആഴ്ചയായിരിക്കും അടുത്ത ആഴ്ച ഉണ്ടാകാൻ പോകുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് മേൽ പല കഴുകൻ കണ്ണുകളും തുറിച്ചു നോക്കും. അവരെ സഹായിക്കാനെന്ന പേരിൽ ഒട്ടേറെ പേർ ഒപ്പം കൂടാം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ഭർത്താവിൻ്റെ സുഹൃത്തൊരുക്കിയ കെണിയിലാണ്. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് സുഹൃത്തും അയാളുടെ ഭാര്യയും യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ചത്. റൂമിലാക്കിയ ശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു. കേസിൽ ദമ്പതികളടക്കം 6 പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. ദമ്പതികൾ അടക്കമുള്ള ക്രിമിനൽ സംഘം ആസൂത്രണം ചെയ്ത കെണിയിലാണ് മഞ്ചേരി സ്വദേശിയായ യുവതി അകപ്പെട്ടത്. യുവതിയുടെ ഭർത്താവ് ഒരു കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്നതിനിടെയാണ് സഹായ വാഗ്ദാനവുമായി ഭർത്താവിന്റെ സുഹൃത്ത് സനൂഫും ഭാര്യ ജസീലയും യുവതിയെ സമീപിച്ചത്. ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്നും അതിനായി ജാമ്യമെടുക്കാനുള്ള ആളുകളെ കാണണമെന്നും വിശ്വസിപ്പിച്ചാണ് പെരിന്തൽമണ്ണയിലേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ലോഡ്ജിലാണ് കാണേണ്ട ആളുള്ളതെന്ന് പറഞ്ഞ് അവിടെ എത്തിച്ചു. ലോഡ്ജ് മുറിയിൽ യുവതിയെ ഇരുത്തിയ ശേഷം ദമ്പതികൾ പുറത്തേക്ക് പോയി. തുടർന്ന് റൂമിലെത്തിയയാൾ യുവതിയെ കടന്നു പിടിച്ചു. കുതറിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ജസീല അവരെ മർദ്ദിച്ചു വീഴ്ത്തുകയായിരുന്നു. യുവതിയെ വീണ്ടും മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ലോഡ്ജ് ഉടമ അടക്കം 4 പേർ ബലാത്സംഗം ചെയ്തുവെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. യുവതിയുടെ ഭർത്താവ് ജാമ്യത്തിലിറങ്ങിയ ശേഷം മഞ്ചേരി സ്റ്റേഷനിലെത്തി പരാതി നൽകി. കുറ്റകൃത്യം നടന്നത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അവിടേക്ക് മാറ്റി. എന്നെ ജാമ്യത്തിലിറക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജാമ്യക്കാരുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ജസീലയും സാനൂഫും ഈ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് ബലമായി അവളെ ഭീഷണിപ്പെടുത്തിയും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടും അവളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതൊക്കെ അവൾ സമ്മതത്തോടല്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ ലഭ്യമായത്. രാമചന്ദ്രൻ, റൈഹാൻ, സുലൈമാൻ, സൈനുൽ ആബിദ്, ജസീല, സനൂഫ് എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയ സംഘം മറ്റ് സ്ത്രീകളെയും കുടുക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് 18 മലപ്പുറം. സ്കൂളുകളിലും മതപഠന കേന്ദ്രങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടവർ തന്നെ വേട്ടക്കാരനെ പോലെ എത്തിയാലോ? കണ്ണൂരിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് മദ്രസ അധ്യാപകനാണ്. സ്നേഹം പ്രകടിപ്പിച്ച കുട്ടിയുടെ അടുത്ത് ചെല്ലുകയും തുടർന്ന് വസ്ത്രമഴിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തെന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതി കീഴടങ്ങി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഓണപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷാഹിദാണ് തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. ക്ലാസ് മുറിയിൽ വെച്ച് 3ാം ക്ലാസ്സുകാരിയായ കുട്ടിയുടെ വസ്ത്രമഴിച്ച
സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു എന്നാണ് കേസ്. ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ 8 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്നേഹം പ്രകടിപ്പിച്ച കുട്ടിയുടെ അടുത്ത് ചെല്ലുകയും തുടർന്ന് വസ്ത്രം അഴിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തു. നിരന്തരം സമാനമായ അനുഭവം ഉണ്ടായതോടെയാണ് കുട്ടി വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. രക്ഷിതാവിന്റെ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത അന്വേഷണം നടത്തിവരികയായിരുന്നു. സംഭവം വിവാദമായതോടെ നാട്ടിൽ നിന്ന് മുങ്ങിയ ഇയാൾ നാടകീയമായാണ് തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. സമാനമായ അനുഭവം മറ്റു കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലാണ് പോലീസ്. ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കണ്ണൂർ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എത്ര വിളംബരം നടത്തിയാലും ഈ നാട്ടിൽ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പൊതുസ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെ നോട്ടമിട്ട് പലരും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ രാത്രി യുവതികൾക്ക് നേരെ അതിക്രമം നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മദ്യലഹരിയിലെത്തിയയാൾ യുവതികളോട് മോശമായി പെരുമാറുകയും അവരെ കയറി പിടിക്കുകയുമായിരുന്നു. പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടിയെങ്കിലും യുവതികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് അയാൾക്ക് നേരെ ആക്രമണമുണ്ടായി. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മദ്യപിച്ച് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നൂറണി സ്വദേശി യാത്രക്കാരായ സ്ത്രീകളോട് അതിക്രമം കാണിച്ചത്. ബന്ധുവിനെ സ്വീകരിക്കാനായി എത്തിയതായിരുന്നു വ്യാപാരിയും നൂറണി ഹരിദാർ നഗർ സ്വദേശിയുമായ എം കിരൺ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കണ്ണൂരിലേക്ക് പോകാനായി തീവണ്ടി കാത്തുനിന്ന 4 യുവതികളോട് ഇയാൾ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ യുവതികളെ കടന്നു പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതുകൊണ്ടാണ് യുവതികൾ മദ്യപിച്ച് ലക്കുകെട്ട ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. യുവതികളുടെ പരാതിയിൽ റെയിൽവേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. രാത്രി 10:30-യോടെ പ്രതിയെ വൈദ്യപരിശോധന കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിച്ചു. ഇതിനിടെ പരാതിക്കാരിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്റ്റേഷന് സമീപം കാത്തുനിന്നിരുന്നു. ഇയാളെ ജീപ്പിൽ നിന്ന് ഇറക്കുന്നതിനിടെ ഇവർ കയ്യേറ്റം ചെയ്തു. തടയാൻ ശ്രമിച്ച റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് കൈക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതിയെ ആക്രമിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്ത് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കിരണിനെയും പ്രതിയെ കയ്യേറ്റം ചെയ്ത ശ്രീറാം, റാഷിദ്, ബഷീർ, നിഷാദ്, ആഷിഖ് എന്നിവരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിൽ കാക്കിയിട്ട ചില ഗുണ്ടകളുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ പരിശോധനയുടെ പേരിൽ അകാരണമായി ദ്രോഹിക്കുന്ന പോലീസുകാർ. മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. പരാതിയെ തുടർന്ന് ആദ്യം AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പിന്നീട് നടപടി കടുപ്പിക്കുകയായിരുന്നു. കാനറ ബാങ്കിന്റെ ATM കൗണ്ടറുകളിൽ നിറയ്ക്കാനുള്ള പണവുമായി പോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ പൈത്തിനിപ്പറമ്പ് സ്വദേശി ജാഫറിനാണ് മർദ്ദനമേറ്റത്. വാഹന പരിശോധനയ്ക്കിടെ ജാഫർ ഓടിച്ച വാഹനം മഞ്ചേരി കച്ചേരിപ്പടിയിൽ സൂപ്പർ മാർക്കറ്റിന് സമീപം പോലീസ് തടഞ്ഞു. കാക്കി ഷർട്ടിടാത്തതിന്റെ പേരിൽ 250 രൂപ പിഴ അടയ്ക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക 500 രൂപയായി. ദിവസവേതനക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ജാഫർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല. പണമടയ്ക്കാനാകില്ലെന്ന് ജാഫർ പറഞ്ഞതോടെ തർക്കമായി. പിന്നാലെയായിരുന്നു മർദ്ദനം.
അത് എൻ്റെ ലൈസൻസ് വാങ്ങി. ലൈസൻസൊക്കെ ഇങ്ങനെ ലൈസൻസിൻ്റെ നമ്പറും അതിൻ്റെ പേര് അതൊക്കെ അഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സ്ലിപ്പ് വന്നു. മെഷീനിൽ നിന്ന് ആ സ്ലിപ്പ് വന്നു. സ്ലിപ്പ് വന്നപ്പോൾ അത് 500 അപ്പോൾ ഞാൻ സാറേ ഇതെന്താ 500 സാറേ സ്ലിപ്പിൽ, എന്താ അത് ഇങ്ങനെ ഞങ്ങൾ 250 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത് 500 അടിച്ചാളെ, അക്ഷയ് പോയി 500 അടച്ചോറ്. അപ്പോൾ സാറേ അല്ല സാറേ ഞങ്ങൾ പറയില്ല, നിങ്ങൾ ഞാൻ 250 തരാം, ഇതാവുന്നില്ല, നിങ്ങൾ പോകല്ലേ പറഞ്ഞു. അപ്പോൾ വേറൊരാൾ അതിന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വേറൊരാൾ എന്തോ പെറ്റി അടിച്ചതാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട സന്ദർഭത്തിലാണ് അപ്പോൾ ഇയാൾ സാറ് പോവാണ്. തിരിച്ച് മുന്നോട്ട് അങ്ങനെ പോയപ്പോൾ ഞാൻ സാറേ പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് അടി കിട്ടുകയും ചെയ്തു. 2-3 അടി അടിച്ചു. ഞാൻ 1-2 തടുത്തും ചെയ്തു. എൻ്റെ ഇവിടെ കൊണ്ടുപോകും, എൻ്റെ കൊള്ളാക്കാൻ വേണ്ടി കയ്യേറ്റൊക്കെ ഒന്ന് തടുത്തു. മറ്റു പോലീസുകാർ എത്തിയാണ് മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ചുമാറ്റിയത്. പിന്നീട് ജാഫറിനെ സ്റ്റേഷനിലെത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങുകയും ചെയ്തു. ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൊട്ടടുത്ത വാഹനത്തിൽ വന്നവർ ഡ്രൈവറിനെ മുഖത്തടിക്കുന്നതിന്റെയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നൌഷാദിനെ സ്ഥാനം മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നത്. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മയെയും വളർത്തു പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടിയതാണ്. കുറ്റ്യാടി കോങ്ങാട് സ്വദേശിനി ബോബിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയമുയർന്നു. എന്നാൽ മരണകാരണം വൈദ്യുതാഘാതമേറ്റെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് ഉറപ്പിച്ചത്. സംഭവത്തിൽ വനവകുപ്പിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷോക്കേറ്റാണ് ബോബിയുടെ മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ വൈദ്യുതി കെണിയുടേതെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. മൃതദേഹം കണ്ടെത്തിയ കൊക്കോ തോട്ടത്തിലാണ് PVC പൈപ്പിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കൊക്കോ മരത്തിൽ വൈദ്യുതി കമ്പി കൊടുക്കാൻ സജ്ജീകരണങ്ങൾ നടത്തിയതായും വ്യക്തമായി. മൃതദേഹം കിടന്നതിന് 15 മീറ്റർ അടുത്തുകൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുമുണ്ട്. സ്ഥലത്ത് മേയാനെത്തിയ പശു കെണിയിൽ കുടുങ്ങുകയും പരിശോധിക്കാനെത്തിയ ബോബിക്ക് ഷോക്കേൽക്കുകയുമായിരുന്നുവെന്നാണ് നിഗമനം. സംഭവത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇങ്ങനെ പലതരത്തിൽ ആളുകൾ മരിക്കുന്നത് ഇടയാകുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്, ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ സമഗ്രമായ പരിശോധനയും ത്വരിതഗതിയിലുള്ള നടപടികളുമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വനംവകുപ്പ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ കാലതാമസമില്ലാതെ ചെയ്യാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ബോബിയെ കാണാതായത്. മേയാൻ വിട്ട വളർത്തുപശു തിരികെ എത്താഞ്ഞതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ബോബിയെ കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും വനംവകുപ്പ് നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിനായി അന്തർ സംസ്ഥാന ലഹരി സംഘങ്ങൾ സജീവമാണ്. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട നടത്തിയ കേസിലും പിടിയിലായത് മലയാളി യുവക്കാരടങ്ങുന്ന സംഘമാണ്. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 123 കിലോ കഞ്ചാവുമായി 3 കാസർഗോഡ് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാറും മൊബൈലുകളും പോലീസ് പിടിച്ചെടുത്തു. മംഗളൂരുവിന് സമീപം മൂടുബിദ്രയിലെ കാന്താബാരിൽ സിറ്റി ക്രൈംബ്രാഞ്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് 42 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ദേലമ്പാടി അടൂർ ഉർഡൂറിലെ MK മസൂദ്, ദേലമ്പാടി ചന്ദനമൂലയിലെ മുഹമ്മദ് ആഷിഖ്, ദേലമ്പാടിയിലെ സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറുകളും 5 മൊബൈൽ ഫോണുകളും സംഘത്തിൽ നിന്ന് പിടികൂടി. അന്തർ സംസ്ഥാന ಲಹರಿಕಡತ ಸಂಘത്തിലെ ಪ್ರಧಾನಿಗಳಾണ് ಪಿಡಿಯಿಲಾಯವರೆಂದು ಪೊಲೀಸ್ പറഞ്ഞു. ಇವರೆಲ್ಲರೂ ಕೂಡ ಈ ಗಾಂಜಾವನ್ನು ಆಂಧ್ರದಿಂದ 2 kg ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿಕೊಂಡು ತಂದು ಕಾಸರಗೋಡದಿಂದ ಸೆಂಟರ್ ಆಗಿ ಇಟ್ಕೊಂಡು ಎಲ್ಲ ಕಡೆ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ರು. ಅದರಲ್ಲಿ ಮಂಗಳೂರಿಗೆ ಮೆಜಾರಿಟಿ ಪಾರ್ಟಿ ಇಲ್ಲಿಗೆ ಬಂದು ಆಮೇಲೆ
50-100 ಗ್ರಾಮ್ ಪ್ಯಾಕೆಟಾಗಿ ಪ್ಯಾಕ್ ಮಾಡಿ ಸಪ್ಲೈ ಮಾಡ್ತಾಯಿದ್ರು. അന്വേഷണത്തിന്റെ ഭാഗമായി മംഗളൂരു ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളുടെ ദേലമ്പാടി വീടുകളിൽ പരിശോധന നടത്തി. കർണാടകയിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്നുകൂടിയാണ് ഇത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. ഓരോ ദിവസവും പിടികൂടുന്ന ലഹരി മരുന്നിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഇത്രയേറെ ലഹരി അതിർത്തി കടന്നും അല്ലാതെയും എത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ അത്ഭുതപ്പെടും. പിടികൂടുന്നതിൽ എത്രയോ ഏറെയാകാം കടത്തിക്കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി രാസലഹരിയും കഞ്ചാവും വ്യാജ മദ്യവും പിടിച്ചു. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ജില്ലയിലെ മാഫിയ തലവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യകണ്ണിയെ ശ്രീകണ്ഠാപുരം പോലീസും ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പിടികൂടിയത്. 30 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ശ്രീകണ്ഠാപുരം അടുക്കത്തെ ചാപ്പയിൽ വരമ്പ് മുറിയൻ ഷബീറിനെ ഇതിനു മുമ്പും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച കണ്ണൂർ ടൗൺ പോലീസ് MDMAയുമായി പിടികൂടിയ സാജു എന്ന യുവാവ് മുഖേനയാണ് പോലീസ് ഷബീറിലെത്തുന്നത്. സാജുവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഷബീർ പണം സ്വീകരിച്ചിരുന്നത്. ഇതോടുകൂടിയാണ് സാജുവിനെ ശ്രീകണ്ഠാപുരം പോലീസിന് കൈമാറിയത്. SI PP പ്രകാശും സംഘവുമാണ് ഷബീറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഇയാളുടെ വീടിൻ്റെ വാതിലുകൾക്ക് ഓട്ടോമാറ്റിക് നമ്പർ ലോക്കായിരുന്നു. ഈ നമ്പറുകൾ അറിയാമായിരുന്ന സാജുവിനെ കൊണ്ടാണ് പോലീസ് തുറപ്പിച്ചത്. ഷബീറിൻ്റെ കിടപ്പുമുറിയിൽ നിന്നാണ് 30 ഗ്രാം ഒളിപ്പിച്ചു വെച്ച MDMA പിടികൂടിയത്. മുമ്പും സാഹസികമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ലഹരിക്കേസിൽ ഇയാളെ തേടിയെത്തിയ പോലീസിന് അന്ന് വീട്ടുമുറ്റത്ത് കടക്കാനായില്ല. ഗേറ്റ് തുറക്കാത്തതിനാൽ 7 അടിയുള്ള മതിൽ ചാടിക്കടന്നാണ് പോലീസ് സംഘം മുറ്റത്ത് കയറിയത്. പോലീസിനെ കണ്ട ഷബീർ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുകയായിരുന്നു. ചവിട്ടി തുറക്കും എന്നായപ്പോഴാണ് ഇയാൾ അന്ന് കീഴടങ്ങിയത്. തുടർന്ന് വീടിന്റെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ 2.2 ഗ്രാം MDMAയും 2500 പാക്കറ്റുകളും കണ്ടെത്തിയിരുന്നു. ലഹരിമരുന്നുകൾ കത്തിച്ചുപയോഗിക്കുന്നതിനായുള്ള ബർണറുകളും പിടിച്ചെടുത്തു. ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമായത്. പറശ്ശിനിക്കടവ് പീഡനക്കേസിലെ പ്രതിയായിരുന്ന ഷബീർ ഏറെക്കാലം എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. തൃക്കാക്കരയിൽ നിന്നും MDMAയുമായി പിടികൂടിയതിനും ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവ് ശേഖരം തിരുവനന്തപുരം കല്ലമ്പലത്ത് പിടികൂടി. നാവായിക്കുളം വടക്കേവയലിൽ ശാലിഭവനിൽ സ്ട്രോങ് ബാബു എന്ന വിജയമോഹനും കൂട്ടാളിയായ വെള്ളനാട് മാതളംപാറ ഉദയലാലുമാണ് കല്ലമ്പലം പോലീസിന്റെ പിടിയിലായത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ അനധികൃത വിൽപ്പനയ്ക്കായി കാറിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. അവധി ദിവസം ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കുളത്തൂപ്പുഴ ഭാരതീപുരം ശ്രീജിത്താണ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്കും സന്യസ്തർക്കും നേരെ പല രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ആ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ വേട്ടയാടലും. രാജസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതാണ് ഒടുവിലത്തെ സംഭവം. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് കഴിഞ്ഞ 15-ാം തീയതി കേസെടുത്തത്. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമാനമായ കേസ്. ജൂലൈ 15-നാണ് കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി സേവനം ചെയ്തു വരികയാണ് തോമസ് ജോർജ്. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS
ബജരംഗദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി, ചർച്ച പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ, RSS, BJP, ഹനുമാൻ സേന പ്രവർത്തകർ എത്തി. പോലീസ് ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയത്. 6-ാം തീയതി 500ഓളം പ്രവർത്തകർ JCBയുമായി പള്ളി പൊളിക്കാനെത്തിയെന്നും തോമസ് ജോർജ് പറയുന്നു. 2 തവണ പ്രാർത്ഥനയ്ക്കിടെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നുവെന്നും ഭീതിയോടെയാണ് കഴിയുന്നതെന്നും തോമസ് ജോർജ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസിൽ പതിവില്ലാതെ പോലീസിന്റെ ഒരു പരിശോധന. പോലീസ് യൂണിഫോം ധരിച്ച് SI വരുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവമെന്ന് യാത്രക്കാർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നാലെ ഡാൻസ് ഓഫ് സംഘവും റെയിൽവേ പോലീസും എത്തിയതോടെ എന്തോ ഒരു പന്തികേട്. ട്രെയിനിൽ എന്തിനായിരിക്കും ഒരു പോലീസുകാരൻ പരിശോധന നടത്തുന്നത്, അതും റെയിൽവേ പോലീസിൻ്റെ അനുമതിയില്ലാതെ? ആ SIയെ ചോദ്യം ചെയ്തപ്പോൾ ആളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി അഖിലേഷിനെ അറസ്റ്റ് ചെയ്ത് ആലപ്പുഴ RPFന് കൈമാറിയിട്ടുണ്ട്. ഒരു കൗതുകത്തിനാണ് പോലീസ് യൂണിഫോം ധരിച്ചതെന്നാണ് അഖിലേഷിൻ്റെ മൊഴി. എന്നാൽ അയാളുടെ ലക്ഷ്യം തട്ടിപ്പും പിടിച്ചുപറിയുമായിരുന്നു എന്നുകൂടി അന്വേഷിക്കണം. ഇതുപോലെ ആളുകളെ പറ്റിക്കാൻ പോലീസ് യൂണിഫോമൊക്കെ ധരിച്ചിറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പിടിക്കപ്പെട്ടാൽ വകുപ്പ് വേറെയാണ് കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. YG presents News